പാതിവില വാഹന തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ പോലീസ് ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത്. പ്രതിയുമായി മൂവാറ്റുപുഴ പോലീസ് ഇന്നലെ കൊച്ചിയിൽ തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു. വിവരങ്ങളുമായി തിയോഫിനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി ചേരുന്നത്. കൊച്ചിയിൽ നിന്ന് നോക്കാം, പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്, തുടർ നിയമ നടപടികൾ എങ്ങനെയാണ്, ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം കേസ് ഒക്കെ ഏറ്റെടുക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മുടെ മുൻപിലേക്ക് എത്തേണ്ടതുണ്ട്. ആദ്യം നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്, തിയോഫിലേക്ക് പോവുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ തേടി. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. സ്വാഭാവികമായും അയാളെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ഒപ്പം തന്നെ ഇന്നലെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. വിവിധയിടങ്ങളിൽ പോലീസ് കൃത്യമായി പരിശോധന നടത്തുകയും സാഹചര്യങ്ങൾ, തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മനു, മൂവാറ്റുപുഴ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ അനന്തകൃഷ്ണൻ ഉള്ളത്. ഈ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. സാഹചര്യത്തിലാണ് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. ഇന്നലെ ആണ് തെളിവെടുപ്പ് ഏറെക്കുറെ പൂർത്തിയായത്. കൊച്ചിയിലെ തെളിവെടുപ്പ് ഇന്നലെ പൂർത്തിയാക്കി. അതിനു മുൻപ് കോട്ടയത്ത് ഈരാറ്റുപേട്ടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ ഈരാറ്റുപേട്ടയിലെ തെളിവെടുപ്പ് അനന്തകൃഷ്ണൻ അവിടെ ഈ പണം വകമാറ്റി ചെലവഴിച്ച ശേഷം ഈ പണം കൊണ്ട് വാങ്ങിയ ഭൂമി അതുൾപ്പെടെ പരിശോധിക്കുന്നതിനായിരുന്നു. ഈരാറ്റുപേട്ടയിലും അതോടൊപ്പം തൊടുപുഴ മുട്ടത്തും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇത്തരം തെളിവെടുപ്പുകളുടെ അതിനുശേഷമാണ് ഇന്നലെ കൊച്ചിയിൽ തെളിവെടുപ്പ് നടത്തിയത്. കൊച്ചിയിലെ പ്രധാന ഓഫീസുകളും ഫ്ലാറ്റുകളും എല്ലാം കേന്ദ്രീകരിച്ചായിരുന്നു ഈ തെളിവെടുപ്പ്. എല്ലായിടത്തെയും തെളിവെടുപ്പ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പൂർത്തിയായി. വൈറ്റ്ലയ്ക്ക് സമീപമുള്ള ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ഒരു പ്രധാന ഓഫീസ് ഈ വൈറ്റ്ലയ്ക്കടുത്ത് പൊന്നുരുന്തി എന്ന് പറഞ്ഞ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്നു. ഈ ഓഫീസിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി കൃഷ്ണൻ എത്തിച്ചത്. ഈ ഓഫീസിൽ പൂർണ്ണമായും ഓഫീസിൽ പരിശോധന നടത്തി. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചില രേഖകൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തെല്ലാം രേഖകൾ, ആവശ്യമായ രേഖകളും മറ്റു വിവരങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പരിശോധന. 2-3 കാര്യങ്ങൾ പോലീസിന് ഇതിന് അറിയേണ്ടതുണ്ടായിരുന്നു. പണം എങ്ങനെ വകമാറ്റി ചെലവഴിച്ചു, ആർക്കെല്ലാം പണം നൽകി, കാരണം രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയതായി കഴിഞ്ഞ ദിവസം നമുക്കത് വ്യക്തമായിരുന്നു. മൊഴി നൽകുകയും ചെയ്തതാണ് അനന്തകൃഷ്ണൻ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എവിടേക്കെല്ലാം ഈ പണം മാറിപ്പോയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വകമാറ്റിയ ഫണ്ടുകൾ ഏത് രീതിയിൽ ചെലവഴിച്ചു, ഭൂമി വാങ്ങുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഈ പണം ഉപയോഗിച്ചതെന്നാണ് ലഭ്യമായ വിവരം. അതോടൊപ്പം തന്നെ അനന്തകുമാറിന് 2 കോടിയോളം രൂപ പലപ്പോഴായി നൽകിയത്, ശരാശരി മാസം ഒരു 10 ലക്ഷം രൂപ വീതം വെച്ചിട്ട് അങ്ങനെ 2 കോടി രൂപ അനന്തകുമാറിന് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം അനന്തകുമാറാണ് ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ദേശീയ ചെയർമാൻ. ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ എന്ന നിലയിലാണ് ഈ അനന്തകൃഷ്ണനെ വെച്ചിരുന്നത്. കോർഡിനേറ്ററായ അനന്തകൃഷ്ണനാണ് നിലവിൽ മുഖ്യപ്രതി. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാണ്. അതിന് ഈ വൈറ്റ്ലയിലെ ഓഫീസിലെ തെളിവെടുപ്പിന് ശേഷം പിന്നീട് പാലാരിവട്ടത്തിന് സമീപമുള്ള ഒരു ഫ്ലാറ്റ് അവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തുടർന്ന് കടവന്ത്രയിലുള്ള അനന്തുവിൻ്റെ ഒരു ഓഫീസുണ്ടായിരുന്നു കടവന്ത്രയ്ക്കടുത്ത്, ആ ഓഫീസിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷമാണ് നഗരമധ്യത്തിൽ തന്നെ ഈ മറൈൻ ഡ്രൈവിനടുത്തുള്ള ഫ്ലാറ്റിൽ, അശോക അപ്പാർട്ട്മെൻറ്റിലെ ഫ്ലാറ്റിൽ തെളിവെടുപ്പിനെ എത്തിച്ചത്. ഇവിടെ 2 ഫ്ലാറ്റുകളാണ് ഈ അനന്തകൃഷ്ണൻ വാടകയ്ക്ക് എടുത്തിരുന്നത്. ഈ ഫ്ലാറ്റുകളിൽ ഇയാളുടെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞ ഒരു 10ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു. നിരവധി ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ പലപ്പോഴായി വന്നു പോകുമായിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ, നമുക്കറിയാം, നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, ഈ AN രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ ലാലി വിൻസെൻ്റ്, ഈ 2 ആളുകൾ, BJPയിലെ പ്രമുഖ നേതാവാണ് രാധാകൃഷ്ണൻ, ലാലി വിൻസെൻ്റ് കോൺഗ്രസിൻ്റെ നേതാവാണ്. ലാലി വിൻസെൻ്റ് പറയുന്നത് അവർ ഈ അനന്തകൃഷ്ണൻ്റെ അഭിഭാഷകയാണ് എന്നാണ്, ലീഗൽ അഡ്വൈസറാണെന്നാണ്. എന്തായാലും ഇവർ 2 പേരും പതിവായി ഫ്ലാറ്റിൽ വരാറുണ്ടായിരുന്നു. കാരണം ലാലി വിൻസെൻ്റാണ് ഈ ഫ്ലാറ്റിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്ക് ഈ അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത്. തനിക്കത് മകനെ പോലെയാണ് അനന്തകൃഷ്ണൻ എന്ന് പരിചയപ്പെടുത്തിയിരുന്നു. AN രാധാകൃഷ്ണൻ പിന്നീട് ഈ പതിവായി ഇവിടുത്തെ സന്ദർശകനായിരുന്നെങ്കിൽ കൂടി ഈ ഫ്ലാറ്റിലെ സന്ദർശനത്തെ അയാൾ നിഷേധിച്ചതാണ്. താൻ ഒരു ഇരയാക്കപ്പെട്ട ആളാണ്. തൻ്റെ സൊസൈറ്റി വഴി, ഈ സൈൻ എന്ന ഒരു സൊസൈറ്റി വഴിയാണ് AN രാധാകൃഷ്ണൻ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തിരുന്നത്. അതിൽ പലർക്കും വാഹനം കിട്ടാതായപ്പോൾ കിട്ടുന്നതിന് വേണ്ടി തൻ്റെ സൊസൈറ്റി വഴി രജിസ്റ്റർ ചെയ്തവർക്ക് വാഹനം നൽകണമെന്ന് പറയാനാണ് പോയതെന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയായിരുന്നു. എന്തായാലും AN രാധാകൃഷ്ണൻ ആ ഫ്ലാറ്റിലെ നിത്യ സന്ദർശകനായിരുന്നു എന്നത് വ്യക്തമാണ്. ആ ഫ്ലാറ്റിൽ തെളിവെടുപ്പ് നടത്തി. അതിനുശേഷമാണ് കളമശ്ശേരിയിലെ ഓഫീസിലേക്ക് കൊണ്ടുപോയത്. കളമശ്ശേരിയിലായിരുന്നു ഈ അതായത് തട്ടിപ്പിൽ വകമാറ്റി ചെലവഴിച്ച പണം ഒഴുകിപ്പോയത് ഈ കളമശ്ശേരിയിലെ ഓഫീസ് വഴിയായിരുന്നു. പ്രൊഫഷണൽ ഇന്നൊവേഷൻ എന്ന അനന്തകൃഷ്ണൻ്റെ സ്ഥാപനം, ഈ സ്ഥാപനത്തിന് ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നതിന് വേണ്ടി
ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ബൈലോയിൽ ഭേദഗതി വരുത്തിക്കൊണ്ടായിരുന്നു അത്തരത്തിൽ ഫണ്ട് വകതിരിച്ച് വിട്ടത്. ഈ നാഷണൽ പ്രൊഫഷണൽ ഇന്നൊവേഷൻ വഴി അനന്തകൃഷ്ണൻ തന്നെയാണ് ഇതിൻ്റെ ഈ എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്, നേരിട്ട് കൈകാര്യം ചെയ്തിരുന്ന സ്ഥാപനമാണിത്. ഇതുവഴിയാണ് പണം ഒഴുകിയത് എന്നതുകൊണ്ട് തന്നെ നിർണായക രേഖകൾ പോലീസിന് പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട്. ഈ പരിശോധനയ്ക്ക് ശേഷം തെളിവെടുപ്പ്, ഏറ്റവും അവസാനത്തെ തെളിവെടുപ്പും ഈ കളമശ്ശേരിയിലായിരുന്നു. ആ തെളിവെടുപ്പ് കൂടി പൂർത്തിയായ ശേഷം കളമശ്ശേരിയിലെ ഓഫീസ് പോലീസ് പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തു. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ അനന്തകൃഷ്ണൻ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങണോ എന്ന കാര്യം കൂടി പോലീസ് ഇതിനോട് ആലോചിക്കുന്നുണ്ട്. കാരണം ഇന്നലെ ലഭ്യമായ തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ പേരിലേക്ക് കേസ് പോകേണ്ടതുണ്ട്. മറ്റെന്തെങ്കിലും വകുപ്പുകൾ കൂടി ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ടെന്ന കാര്യം പോലീസ് നോക്കുന്നുണ്ട്. കൂടുതൽ മറ്റ് തെളിവെടുപ്പോ മറ്റ് നേതാക്കളുടെ പങ്കോ മറ്റ് ഈ പറഞ്ഞ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സ്ഥാപനത്തിലുള്ള മറ്റ് പ്രവർത്തകർ, നേതാക്കൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടുതൽ പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ കേസുകൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടി ആവശ്യപ്രകാരം അല്ലെങ്കിൽ അതിന് കൂടി വേണ്ട രീതിയിൽ ഈ തെളിവെടുപ്പോ മറ്റു കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ, തുടർ അന്വേഷണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കും. എന്തായാലും നിലവിൽ പോലീസ് ഉദ്ദേശിച്ചിരുന്ന തെളിവെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഇന്ന് എന്തായാലും കോടതിയിൽ ഹാജരാക്കുകയാണ്. മനു, ശരി, ഏതായാലും കോടതിയിൽ ഹാജരാക്കട്ടെ, തുടർ അന്വേഷണം ആ വഴിക്ക് പോകട്ടെ.